നവ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബേബി അമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം ഗംഭീരമായി തനിക്ക് നേതൃത്വം വഹിക്കണമെന്നത്. അത് ബേബി അമ്മയുടെയും ആഗ്രഹം തന്നെയാണ്. ഞാൻ മരിക്കുമ്പോൾ ഒരു പിടി അരിവാരിയിടാൻ നീ വരണേ എന്നെപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനൊന്നും പറയല്ലേ അമ്മേ, അതൊന്നും ഇപ്പോഴൊന്നും ഇല്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് നവ്യ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തീരെ വയ്യാതായതിനു ശേഷം മരണത്തെപ്പറ്റിയും അതുപോലെയൊക്കെയാണ് അമ്മ എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നത്. നവ്യയുടെ ഡാൻസ് എവിടെ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് പ്രോഗ്രാം ലിസ്റ്റ് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അമ്മയ്ക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുക്കണം. കണ്ണിറയെ കണ്ടുകൊണ്ടിരിക്കും. ഒരു വട്ടമൊന്നുമല്ല, കുറേയധികം വട്ടം കാണും. അതാണ് നവ്യയോടുള്ള സ്നേഹം. നവ്യയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് ആ കാണാൻ സാധിക്കുന്നതും. എല്ലാവരും അതനുസരിച്ച് തന്നെയാണ് പറയുന്നതും. പ്രേക്ഷകരും അതേപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ അതേപോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നവ്യയ്ക്ക് അറിയാം അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നുവെന്ന്. അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ കർമ്മങ്ങൾ കൂടെ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. എന്നെക്കൊണ്ടാകുന്നത് പോലെയൊക്കെ ഞാൻ നിന്നു. മരിക്കുന്നതിന് മുൻപും അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതനുസരിച്ച് എന്നെ അമ്മ വിളിക്കാറുമുണ്ട്. മകനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. മകനേക്കാൾ ഉപരി അമ്മയ്ക്ക് എപ്പോഴും എന്നെയാണ് കാണാനുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ കാണാറുമുണ്ടായിരുന്നു. എപ്പോഴും സ്നേഹം തന്നെയാണ് ആ അമ്മയ്ക്ക് പങ്കുവയ്ക്കാനും പറയാനും ഒക്കെ ഉള്ളത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്ത കാണുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ നവ്യ നായർ. അതിനേക്കാൾ ഉപരി നവ്യയെ അത്രമാത്രം സ്നേഹിച്ച നവ്യയുടെ അമ്മായിയമ്മയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറുകയാണ്. ഇത്രയും സ്നേഹമുള്ളൊരമ്മയായിരുന്നു നവ്യയ്ക്കുണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അധികം കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണിത്. നമുക്ക് നല്ല സ്നേഹമുള്ള അമ്മമാരെ കിട്ടിയാലും അമ്മായിയമ്മമാരെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണമെന്ന് പൊതുവെ പറയാറുണ്ട്. അതുതന്നെയാണ് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി ഇപ്പോൾ നവ്യയ്ക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ്. താൻ ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് കരുതിയൊരു വ്യക്തിയല്ല. തനിക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ്. എപ്പോഴും തൻ്റെ മുന്നിൽ അങ്ങനെ തന്നെ നിന്നിട്ടുള്ളൊരു വ്യക്തി, എല്ലായ്പ്പോഴും സ്നേഹം മാത്രമുള്ള വ്യക്തി. എന്നോട് അവസാനമായി പറഞ്ഞതും ഇതേ കാര്യം തന്നെയായിരുന്നു. അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ ഓടിയെത്തണേ എന്നത്. അതെനിക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു മകളായി നിന്ന് ഒപ്പം ഞാൻ എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും മകൾ തന്നെയാണ്. ഒരു മരുമകളായി എന്നെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരൊക്കെ തന്നെയും അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് ഓരോ തവണയും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ തന്നെ കാണുമ്പോഴും നവ്യയ്ക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നു. നല്ല ദാമ്പത്യ ജീവിതമാണ് എല്ലാത്തിൻ്റെയും ഒരു അടിച്ചുറപ്പ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ചില ബന്ധങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കുന്നത് വളരെയധികം തന്നെ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് പ്രേക്ഷകർ വിശദീകരിക്കുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.